ഇന്നലെ പിടികൂടിയ കോടികളുടെ ലഹരി വസ്തു കോഴിക്കോട് പന്തീരാങ്കാവിലെത്തിച്ചത് വിദേശത്തേക്ക് കടത്താനാണ്. പ്രതികളായ മുഹമ്മദ് ഷഫീഖ്, ഫാത്തിമ നസ്രീൻ എന്നിവരാണ് ചോദ്യം ചെയ്യലിൽ ഇക്കാര്യം സമ്മതിച്ചത്. രാജസ്ഥാനിലെ അജ്മീറിൽ നിന്നാണ് കോഴിക്കോടേക്ക് MDMA എത്തിച്ചത്. അജ്മീറിൽ നിന്നും കോഴിക്കോട്ടെത്തിച്ച ലഹരി വസ്തുക്കൾ വിദേശത്തേക്ക് കടത്താനായിരുന്നു പ്രതികളുടെ നീക്കം. അതീവ രഹസ്യമായാണ് സംഘം ഇടപാടുകൾ നടത്തിയിരുന്നത്. അന്വേഷണ സംഘത്തിന് പിടികൊടുക്കാതിരിക്കാൻ വൈഫൈ കോളുകൾ മാത്രം ഉപയോഗിച്ചായിരുന്നു ആശയവിനിമയം. തമിഴ്നാട് സ്വദേശിയുടെ പേരിലെടുത്ത സിം കാർഡും ചെന്നൈ സ്വദേശിയുടെ പേരിൽ സ്വകാര്യ ബാങ്കിൽ ആരംഭിച്ച അക്കൗണ്ടുമാണ് പണമിടപാടുകൾക്കായി ഇവർ ഉപയോഗിച്ചിരുന്നത്. രണ്ടാം പ്രതിയും ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറുമായ ഫാത്തിമ നസ്രീൻ മംഗലാപുരത്ത് ക്യാമ്പ് ചെയ്തിരുന്നതിന്റെ തെളിവുകൾ എക്സൈസ് കണ്ടെത്തിയിട്ടുണ്ട്. IPDR പരിശോധനയിലൂടെയാണ് പ്രതികളുടെ ഡിജിറ്റൽ ഇടപെടലുകൾ അന്വേഷണ സംഘം തിരിച്ചറിഞ്ഞത്. ലഹരി മാഫിയയുടെ രാജസ്ഥാൻ ചെന്നൈ ബന്ധങ്ങളെക്കുറിച്ച് വരും ദിവസങ്ങളിൽ വിശദമായ അന്വേഷണം നടക്കും. നിലവിൽ അറസ്റ്റിലായ പ്രതികളെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം കൂടുതൽ ചോദ്യം ചെയ്യലിനായി എക്സൈസ് കസ്റ്റഡിയിൽ വാങ്ങും. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.